പുണ്യനഗരമായ മദീനയുടെ മണ്ണിൽ അതിസമർത്ഥനായ ഒരു ബാലൻ ഉണ്ടായിരുന്നു. സത്സ്വഭാവിയായിരുന്നുവെങ്കിലും പഴുത്തുനിൽക്കുന്ന ഇത്തപ്പഴക്കുലകൾ കണ്ടാൽ അവനെറിയുന്ന കല്ലുകൾ ആ തോട്ടങ്ങളിലെ നിത്യക്കാഴ്ചയായിരുന്നു. ഈ വികൃതി കാരണം പ്രദേശവാസികൾ ആകെ പൊറുതിമുട്ടി. ഒരുനാൾ ഒരു തോട്ടത്തിലെ സമൃദ്ധമായി കായ്ച്ചു നിൽക്കുന്ന ഇത്തപ്പൻ ലക്ഷ്യമാക്കി അവൻ കല്ലുകളെറിഞ്ഞു. കല്ലേറ് മരത്തിന് കേടുവരുത്തുമെന്നോ ഉടമസ്ഥൻ തന്നെ പിടികൂടുമെന്നോ ഉള്ള യാതൊരു ഭയവും ആ കുഞ്ഞു മനസ്സിനുണ്ടായിരുന്നില്ല. എന്നാൽ ആ തോട്ടക്കാരൻ അവനെ കൈയോടെ പിടികൂടാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ ഒരു ദിവസം അവൻ പിടിക്കപ്പെട്ടു. പരാതിയുമായി അവർ അവനെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സന്നിധിയിലേക്ക് കൊണ്ടുപോയി. പ്രവാചകന്റെ അടുത്തേക്കാണ് തന്നെ കൊണ്ടുപോകുന്നതെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ആ ബാലൻ ഭയവിഹ്വലനായി വിറയ്ക്കാൻ തുടങ്ങി. എങ്കിലും പ്രവാചകൻ തിരുമേനി അവനെ ദേഷ്യപ്പെടുകയോ ശകാരിക്കുകയോ ചെയ്തില്ല. അങ്ങേയറ്റം ശാന്തതയോടും സൗമ്യതയോടും കൂടി ആ കുഞ്ഞിനെ അരികിലേക്ക് ചേർത്തു നിർത്തി അദ്ദേഹം ചോദിച്ചു, മകനെ, നീ എന്തിനാണ് മരങ്ങളെ കല്ലെറിഞ്ഞു വേദനിപ്പിക്കുന്നത്? കുട്ടി നിഷ്കളങ്കമായി മറുപടി നൽകി, എനിക്ക് ഇത്തപ്പഴം തിന്നാൻ വേണ്ടിയാണ്. കല്ലെറിയാതെ എനിക്കെങ്ങനെയാണ് പഴങ്ങൾ ലഭിക്കുക? ഈ കുരുന്ന് ഒരു തെറ്റുകാരനല്ലെന്നും വിവരക്കേട് കൊണ്ട് മാത്രം ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതാണെന്നും പ്രവാചകൻ മനസ്സിലായി. സ്നേഹപൂർവ്വം പറഞ്ഞു തിരുത്തേണ്ട പ്രായമേ അവനായിട്ടുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ നബി തങ്ങൾ വാത്സല്യത്തോടെ അവനോട് പറഞ്ഞു, പ്രിയപ്പെട്ട മകനെ, ഇനി ഒരിക്കലും നീ മരങ്ങളെ കല്ലെറിയരുത്. നീ എറിയുന്ന കല്ലുകൾ മരങ്ങളെ മുറിപ്പെടുത്തും. അത് പിന്നീട് ഫലങ്ങൾ നൽകാതാകും. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ മരച്ചുവട്ടിൽ പൊഴിഞ്ഞു വീണ എത്രയോ ഈത്തപ്പഴങ്ങൾ ഉണ്ടാകുമല്ലോ, അത് നീ സന്തോഷത്തോടെ കഴിച്ചോളൂ. തുടർന്ന് പ്രവാചകൻ ആ ബാലന്റെ ശിരസ്സിൽ തലോടിക്കൊണ്ട് അവനുവേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. പാഠം: പരിസ്ഥിതി സ്നേഹം. ഫലം തരുന്ന മരങ്ങളെ ഉപദ്രവിക്കരുത്. പ്രകൃതിയെ കരുതലോടെ സംരക്ഷിക്കണം. ക്ഷമയും ബോധനവും കുട്ടികളുടെ തെറ്റുകൾക്ക് ക്രൂരമായ ശിക്ഷയല്ല.